അതിൽ ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചയിലാണ് ഇരു നേതാക്കളും പരസ്പരം കടന്നാക്രമിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടത്. പക്ഷേ കൃത്യമായ രാഷ്ട്രീയവും ഇരുവരും പറഞ്ഞു വെക്കുകയാണല്ലേ ലോക്സഭയിൽ. വിനീത, ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ നടന്ന 2 ദിവസത്തെ ചർച്ചയുടെ മറുപടി പ്രസംഗത്തിലാണ് ഗാന്ധി കുടുംബത്തെ അതിരൂക്ഷമായി കടന്നാക്രമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത്. ആദ്യം നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ഗാന്ധി കുടുംബത്തിലെ അധികാര കേന്ദ്രങ്ങളെയെല്ലാം ഓരോരുത്തരുടെയും പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുന്ന സ്ഥിതി പ്രസംഗത്തിലുണ്ടായി. നെഹ്റുവിൻ്റെ കാലം മുതലെടുത്താൽ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മുതൽ ഭരണഘടനയെ തിരുത്തിയെഴുതുകയും മാറ്റിമറിക്കുകയും അട്ടിമറിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഗാന്ധി കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതായിരുന്നു വളരെ പ്രധാനപ്പെട്ട വിമർശനം. ഭരണഘടന തടസ്സമായി വന്നാൽ ഭരണഘടന മാറ്റിയെഴുതാം, തിരുത്താമെന്ന് മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു എന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ വളരെ പ്രധാനപ്പെട്ട വിമർശനം. നെഹ്റുവിനെ അന്നത്തെ രാഷ്ട്രപതി വിമർശിക്കുക കൂടി ചെയ്തു. ആ നിലപാടിനെ എതിർക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി എന്ന് പറഞ്ഞു വെക്കുന്നു. രണ്ടാമതായി ഇന്ദിരാഗാന്ധി വന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടുന്നു, കോടതിയെ മറികടക്കുന്നു, തനിക്കെതിരെ വിധി പറഞ്ഞ ജഡ്ജിയെ, ന്യായാധിപനെ ചീഫ് ജസ്റ്റിസ് ആക്കാതിരിക്കുന്നു. ആ നിലയിൽ പല മേഖലകളിലും ഭരണഘടനയുടെ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുക്കുന്ന രൂപത്തിലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം. രാജ്യത്തെ ജയിലാക്കി മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായതെന്നും പ്രധാനമന്ത്രി പറയുന്നു. 60 വർഷത്തിനിടെ കോൺഗ്രസ് ഭരണഘടന 75 പ്രാവശ്യമാണ് ഭേദഗതി ചെയ്തത്. ഇതിൽ അധികവും എന്നല്ല ഭൂരിഭാഗവും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമാണ്, അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ ഭേദഗതികളൊക്കെ ചെയ്തത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ആദ്യം നെഹ്റു ഭരണഘടനയെ അട്ടിമറിച്ചു. ആ പാപം പിന്നീട് ഇന്ദിര തുടർന്നു എന്നതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം. അടിയന്തരാവസ്ഥ കാലത്താകട്ടെ ആയിരക്കണക്കിന് ജനങ്ങളെ ജയിലിലടച്ചു, ജനങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കി. സ്വന്തം പദവി സംരക്ഷിക്കാനാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പാക്കിയതെന്നും പറയുന്നു. മൂന്നാമതായി രാജീവ് ഗാന്ധിയുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു വിമർശനം. ശബാനു കേസിൽ എല്ലാ ന്യായങ്ങളെയും അല്ലെങ്കിൽ കോടതിയുടെ വിധി ഉത്തരവിനെ മറികടക്കാൻ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയാണ്, നിയമ ഭേദഗതി കൊണ്ടുവരികയാണ് രാജീവ് ഗാന്ധി ചെയ്തത്. ഇത് വോട്ട് ബാങ്കിന് വേണ്ടിയായിരുന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിക്കുന്നു. പിന്നീട് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മൻമോഹൻ സിംഗിനേക്കാൾ മുകളിൽ ഒരു അധികാര കേന്ദ്രമുണ്ടായിരുന്നുവെന്ന് സോണിയാഗാന്ധിയെ ചൂണ്ടി വിമർശിക്കുന്ന സാഹചര്യം ഇന്ന് ലോക്സഭയിൽ കണ്ടു. തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് കുടുംബത്തെ വിമർശിച്ചത്, നെഹ്റു കുടുംബത്തെ വിമർശിച്ചത്. രാഹുൽ ഗാന്ധിയും RSSനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, അദാനിക്കെതിരെയൊക്കെ ആഞ്ഞടിക്കുന്നതും നമ്മൾ ഇന്ന് സഭയിൽ കണ്ടു. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.